തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. 9ാം പ്രതി ഹരീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഈ ഒരു ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഹരീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തായാലും പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ചൂണ്ടിക്കാട്ടുന്നത് പോലീസ്? കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേസിലെ 9ാം പ്രതിയായ ഹരീഷിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അത് വലിയ വിവാദമായിരുന്നു. കാരണം ആ കേസിൻ്റെ ഇപ്പോൾ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീന കുമാരി അവർ ഈ ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് പോലീസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായതിനാൽ അവരെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് ഹരീഷിന് ജാമ്യം ലഭിച്ചത്. ഇത് പോലീസ് ശക്തമായി തന്നെ അതിലുള്ള അതൃപ്തി അറിയിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ സംഘം ഈ പ്രോസിക്യൂട്ടറെ ഗീനാകുമാരിയെ ഈ കേസിൽ നിന്ന് മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യവും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിനിടയിലാണ് നേരത്തെ തന്നെ പോലീസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ ആ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തന്നെ ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതായത് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയത് എന്നുള്ളതാണ് പോലീസിന്റെ വാദം എന്ന് പറയുന്നത്. ആ തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ED ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ വളരെ ഗൗരവപരമായ നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേസിൽ EDയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നത്. നേരത്തെ ED ഈ ജാമ്യാപേക്ഷയിൽ ഇവിടെ പോലീസ് നൽകുന്ന അപേക്ഷയിൽ കക്ഷി ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ED നേരെ ഹൈക്കോടതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ തന്നെയാണ് ഇപ്പോൾ പോലീസും സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കേസിൽ 9ാം പ്രതി ഹരീഷിന് ജാമ്യം ലഭിച്ചത്, ഈ കേസിൽ ആകെ ജാമ്യം ലഭിച്ചത് ഈ ഹരീഷിന് മാത്രമാണ്. അത് ഈ പ്രോസിക്യൂഷന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് പ്രോസിക്യൂഷൻ എതിർക്കാത്തത് കൊണ്ടാണ് ഈ ജഡ്ജി ഈ ഹരീഷിന് ജാമ്യം അനുവദിച്ചത്. അതിൽ പോലീസിന് കടുത്ത അതൃപ്തി അന്ന് തന്നെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തെറ്റ് തിരുത്തണം, ഇത് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹരീഷിന് ജാമ്യം അനുവദിച്ചതിൽ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED കൂടി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്ത നടപടി? തീർച്ചയായും ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ED നേരത്തെ ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. EDയുടെ സംശയം ED അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പ്രോസിക്യൂഷനിൽ വിശ്വാസമില്ല, പ്രോസിക്യൂഷന്റെ നടപടികൾ സംശയാസ്പദമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ കാര്യം തന്നെയാണ് പോലീസും അവരുടെ കത്തിൽ, നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രോസിക്യൂഷന്റെ പ്രവർത്തനം അത് ശരിയായ നിലയിലല്ല, അവരെ മാറ്റിക്കൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഢാലോചന കൂടി ഇതിൽ ഈ പോലീസ് സംശയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പ്രതികൾക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്നുള്ളത് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ആലോചന കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഏതായാലും അതിനുള്ള നടപടികൾ പോലീസാണ് തീരുമാനിക്കേണ്ടത്, അവരെ പ്രോസിക്യൂഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ. പക്ഷേ അതിന് മുന്നോടിയായാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യത്തെ എതിർത്തുകൊണ്ട് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കേസിൽ ഇപ്പോൾ ED ഒരു ഭാഗത്ത് അവരുടെ നടപടി കർശനമായി വരുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ പോലീസിന്റെ വീഴ്ച ഈ കേസിൽ വന്നു എന്നുള്ളൊരു ആരോപണം വരാതിരിക്കുക എന്നുള്ളതിൽ കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇതിനെ എതിർക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആ കോടതിയിൽ തന്നെ അപേക്ഷ നൽകിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.